ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ഹെൽത്തിൻ്റെ ദിവസമാണെന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ കലോറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇത് അതിൻ്റെ തന്നെ ഒരു അഡീഷനും കൂടെ, കലോറി ഇൻ ആൻഡ് കലോറി ഔട്ട്. ഇത് ഈക്വൽ അല്ല, അല്ലെങ്കിൽ ഇത് തമ്മിൽ കമ്പാരിസൺ തീർച്ചയായിട്ടും അത് വളരെ ശ്രദ്ധയോടെ ചെയ്യണമെന്നാണ് നമുക്ക് കേൾക്കാനുള്ളത്. സോ സൽസ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സർ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കലോറി നമ്മുടെ ശരീരത്തിലേക്ക് എങ്ങനെ കലോറി എത്തുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇന്ന് നമുക്ക് അതിന്റെ ഒരു കമ്പാരിസൺ, അതിനകത്തുള്ള കുറച്ച് മിത്തുകൾ, അതുപോലെ തന്നെ എങ്ങനെയാണ് കലോറി പുറത്തേക്ക് പോകുന്നത്, അതിനകത്തുള്ള കുറച്ച് മിത്തുകൾ, ഇത്തരം കാര്യങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, സോ നമ്മൾ കണ്ടത് കലോറികൾ നമ്മൾ കണക്കാക്കുമ്പോൾ ഒരു കലോറി എന്ന് പറയുന്നത് ഒരു കലോറി തന്നെയാണോ എന്നുള്ളതായിരുന്നു നമ്മൾ അന്ന് കണ്ടത്. ഇന്നിപ്പോ നമ്മൾ കാണാൻ പോകുന്നത് കലോറി ഇൻ നോട്ട് ഈക്വൽ ടു കലോറി ഔട്ട്. നമ്മൾ കലോറി എത്ര കഴിക്കുന്നുണ്ടോ അത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോസിബിൾ അല്ല. അത് നമ്മുടെ ഒരു മിത്താണ്. ഒരുപക്ഷെ എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് അനുസരിച്ച് കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ മലം വേണം എന്ന് പറയുന്നത് പോലെ ആയിരിക്കും ഒരുപക്ഷെ ഈ ഒരു കാര്യം. നമുക്കതിന്റെ ഡീറ്റെയിലേക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകാം, കാരണം പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സോ എവിടെ നിന്നാണ് കലോറി വരുന്നത് നമ്മുടെ ശരീരത്തിലേക്ക്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, അതല്ലെങ്കിൽ ആൽക്കഹോൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. അതില് പ്രോട്ടീനില് കാർബോഹൈഡ്രേറ്റിൽ 4 കലോറിയാണ് ഉള്ളതെങ്കിൽ 1 ഗ്രാമിന് 4 കലോറി ആണെങ്കിൽ ഫാറ്റിൽ 9 കലോറി ഉണ്ട് പെർ ഗ്രാം എന്നും, അതുപോലെ തന്നെ ആൽക്കഹോൾ ആണെങ്കിൽ അതിന് 7 കലോറിയാണ് ഉള്ളത് എന്നൊക്കെ നമ്മൾ ഏകദേശം ഒരു രൂപം കണ്ടു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ശരിക്കും ഈ കലോറി നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴുണ്ടാവുന്ന ചില തെറ്റിദ്ധാരണകൾ? ഈ തെറ്റിദ്ധാരണകളെ നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിയായ സൊല്യൂഷൻ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നമ്മുടെ ഡയറ്റ് പ്ലാൻ ചെയ്യാനും നമ്മുടെ വർക്കൗട്ട് രീതികൾ പ്ലാൻ ചെയ്യാനും, ഒരുപക്ഷെ നമ്മുടെ മസിൽ, അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ്, ശരീരത്തിനകത്ത് ഫാറ്റ്, ഇതിനെയൊക്കെ ഒന്ന് ശരിയായ രീതിയിൽ കമ്പോസിഷൻ ആക്കാനും ഒക്കെ നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ അതിലേക്ക് പോകുമ്പോൾ എല്ലാ കാർബോഹൈഡ്രേറ്റും ഈക്വൽ അല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഫ്രക്ടോസിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ബ്രെഡിനെ പറ്റി കണ്ടു. ഫ്രക്ടോസ് പലപ്പോഴും നമുക്കൊരു അഡിക്റ്റീവിന്റെ റിസൾട്ടാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ബ്രെഡ് എടുക്കുമ്പോൾ നമുക്ക് പഫിനെസ് കൂടിയ ബ്രെഡും ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ബ്രെഡും ഉണ്ട്. ഈ സ്ട്രോങ് ആയിട്ടുള്ളത് ഒരുപക്ഷെ ഹോൾ ബ്രെഡ് ആണ്. നമ്മൾ ബ്രൗൺ ബ്രെഡ് എന്നുള്ളതിന് പകരം ഹോൾ ബ്രെഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലത്. അതുകൊണ്ട് തന്നെ ഹോൾ ഗ്രെയിൻസ് നമ്മൾ കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റിന്റെ കൂടെ തന്നെ ഹോൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ഫൈബറും മറ്റ് ന്യൂട്രിയൻസും ഒക്കെ കയറുന്നതുകൊണ്ട്, ശരീരത്തിനകത്തേക്ക് ചെല്ലുന്നത് കൊണ്ട്, വൈറ്റമിൻസ് ബി കോംപ്ലക്സ് നല്ല രീതിയിൽ ചെല്ലുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡൈജഷൻ, അബ്സോർപ്ഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും. ഒരു മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഗുണകരമാകും. റിഫൈൻഡ് ആയിട്ടുള്ള ഗ്രെയിൻസിനെ അപേക്ഷിച്ച് ഇത് വളരെ നല്ലതാണ് എന്നുള്ളത് കണ്ടു. സോ കാർബോഹൈഡ്രേറ്റ് ആണോ ശരിക്കും പ്രോബ്ലം? കാർബോഹൈഡ്രേറ്റ് അല്ല. എന്താണ്? നമ്മൾ ശരിക്കും നല്ല കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുമ്പോൾ ശരീരത്തിന് പലതരത്തിലുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നതുകൊണ്ട് അത് ഗുണകരമാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യം പക്ഷെ നമ്മുടെ ഇന്നത്തെ ഫാസ്റ്റ് മൂവിങ് ലൈഫിൽ എന്തുകൊണ്ട് പറ്റുന്നില്ല? കാരണം നമ്മൾ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് കൾച്ചറിലേക്കാണ് പോകുന്നത്. ഇത്തരം പ്രോസസ്ഡ് ഫുഡ് കൾച്ചർ, പ്രത്യേകിച്ചും അവിടെ കൂടുതൽ പ്രിസർവേറ്റീവ്സോ കൂടുതൽ അഡിക്റ്റീവ്സോ കൂടുതൽ ഫ്ലേവേഴ്സോ ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഉണരും. അങ്ങനെ രസമുകുളങ്ങൾക്കനുസരിച്ച് നമ്മുടെ മനസ്സും പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്റ്റൈനും ഒക്കെ പ്രിപ്പയർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ
അത് നമ്മുടെ ശരീരത്തിലേക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് ആവാൻ കാരണമാവും. അതുകൊണ്ടുള്ള ഇഷ്യൂസ് പല രീതിയിൽ കാണാൻ തുടങ്ങും, പ്രത്യേകിച്ചും മെറ്റബോളിക് റിലേറ്റഡ്. മെറ്റബോളിക് സിൻഡ്രോം ഒക്കെ അതിന്റെ ഒരു റിസൾട്ട് ആണ്. സോ സിംഗിൾ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള കാർബ് ഒരു പക്ഷേ നമുക്ക് വളരെ കൂടുതൽ ബെനിഫിഷ്യൽ ആണ് എന്നാണ് ഞാൻ പറയുക. സിംഗിൾ ഇൻഗ്രീഡിയന്റ് എന്ന് ഉദ്ദേശിച്ചത് അത് കോംപ്ലക്സ് ആയിട്ടാണ്, സിമ്പിൾ അല്ല, സിംഗിൾ ഇൻഗ്രീഡിയന്റ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് രീതിയിലുള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് ഗുണകരമാവും. അങ്ങനെയാണെങ്കിൽ കൊഴുപ്പ് എഗെയിൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പല രീതിയിലുള്ള കൊഴുപ്പുകളുണ്ട്. മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്, ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്, ഇത്തരം കാര്യങ്ങൾ. അത് കൂടാതെ ഇത് എവിടെ നിന്നാണ് ഫാറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്? ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് പൊതുവെ കലോറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റിനെ പറ്റി, അത് ഡയറക്ട്ലി സ്റ്റോറേജിലേക്കാണ് പോവുക എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അങ്ങനെയാകുമ്പോൾ ഫാറ്റ് ആണോ നമ്മളെ ഫാറ്റി ആക്കുന്നത്? ഫാറ്റിന് 9 കലോറി പെർ ഗ്രാം, അല്ലെങ്കിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കലോറി ഉള്ളത് ഫാറ്റിനാണ്, തീർച്ചയാണ്. പക്ഷേ ആ ഫാറ്റ് അല്ല ശരിയായ കൾപ്രിറ്റ് എന്ന് പറയുന്നത്. ആ ഫാറ്റ് എവിടുന്ന് വരുന്നു, ഏത് സോഴ്സിൽ നിന്നാണ് വരുന്നത്, അതുപോലെ തന്നെ അതൊരു ജങ്ക് ഫുഡിലേക്ക് മാറുന്നുണ്ടോ, എക്സ്ട്രാ ഹീറ്റ് ചെയ്ത അല്ലെങ്കിൽ പിന്നെയും പിന്നെയും റീഹീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന കൊഴുപ്പുകളാണോ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, ട്രാൻസ് ഫാറ്റി മോഡലാണോ? ഇത്തരം കാര്യങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ പ്രോട്ടീനെ പറ്റിയോ? ഇതാണല്ലോ മൂന്നാമത് നമുക്ക് കലോറി തരുന്ന ഒരു ഫുഡ്, മാക്രോ ന്യൂട്രിയന്റ് എന്ന് പറയുന്നത്. അമിനോ ആസിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യണം, ഡൈജസ്റ്റബിലിറ്റി ആൻഡ് അബ്സോർപ്ഷൻ, അതിന്റെ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ അത് ഡൈജസ്റ്റ് ആവുന്നു, അതിന്റെ അബ്സോർപ്ഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. അതുപോലെ തന്നെ പ്ലാന്റ് സോഴ്സ് നിന്നാണോ അനിമൽ സോഴ്സ് നിന്നാണോ, ഇതൊക്കെ അനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ അത് അബ്സോർബ് ആവുന്ന രീതിയൊക്കെ വ്യത്യാസം വരും. പ്രത്യേകിച്ച് ട്രിപ്റ്റോഫാൻ പോലെയുള്ള അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ആവശ്യമുള്ളതാണ്. സോ ഇത് എവിടെ നിന്ന് കിട്ടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വരുന്ന കലോറിയാണ് സാധാരണഗതിയിൽ എനർജിക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുന്നത്. പ്രോട്ടീനിൽ പലതരത്തിലുള്ള അമിനോ ആസിഡുകളുണ്ട്. ഇതിന് തന്നെ ഗ്ലൂക്കോജനിക് ആയിട്ടുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ അത്തരം അമിനോ ആസിഡുകൾ മാത്രമാണ് കലോറിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുക. ആദ്യം അത് പ്രോട്ടീന്റെ യൂസ് പലതരത്തിലുള്ള ബോഡി കോമ്പണൻസ് ഉണ്ടാക്കാൻ, അതിപ്പോ ഓർഗൻസ്, മസിൽസ്, അല്ലെങ്കിൽ ഹോർമോൺസ്, അല്ലെങ്കിൽ ഈവൻ പല കോശങ്ങളുടെയും ആവരണങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട സോഴ്സ് പ്രോട്ടീൻ ആണ്. അതുപോലെ തന്നെ ഫാറ്റ് ആണ്. സോ ഇത്തരം കാര്യങ്ങളിലേക്കാണ് ആദ്യം കൊഴുപ്പും അതുപോലെ തന്നെ പ്രോട്ടീനും ഉപയോഗിക്കപ്പെടുക. അതേസമയത്ത് കാർബോഹൈഡ്രേറ്റ് ഊർജത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടും. സോ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വന്ന കലോറി മാത്രമാണ് കൗണ്ട് ചെയ്യേണ്ടത് എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ടും, എന്നാൽ ഫാറ്റ്, പ്രോട്ടീൻ മുതലായവ പാർഷ്യലും മാത്രമാണ് കലോറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ശരീരം ഉപയോഗിക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ കലോറിയും ഈക്വൽ അല്ല എന്ന് ഉറപ്പിക്കാമല്ലോ. ഓൾ കലോറി നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് എല്ലാം ഒരേപോലെ തന്നെ നമ്മൾ കാണാൻ പാടില്ല. സോ കലോറി മൊത്തത്തിൽ നമ്മൾ കുറക്കുക എന്ന് പറയുന്നത് ഇതേ ഒരു കാരണം കൊണ്ട് തന്നെ ഒരു ബാഡ് ഐഡിയ ആണ്, ഒരു തെറ്റായ കാര്യമാണ്. നമ്മൾ കഴിക്കുന്നത് പൊതുവെ ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ ഹെൽത്തി ആവുമോ? ഇല്ല. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളത് കഴിച്ചാൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലേക്ക് ശരീരം മാറുള്ളൂ. സോ നമ്മൾ കലോറി കട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി നമുക്ക് തോന്നും ഓക്കെ ഫ്രഷ്നെസ്, അല്ലെങ്കിൽ ബോഡി ഒരു എന്താ ഹൽക്ക എന്ന് പറയും ഇന്ത്യയിൽ, ബോഡി ഒന്ന് ഒരു ലൈറ്റ് ഫീലിലേക്ക് പോകുന്നുണ്ടാവും. പക്ഷെ അത് പെർമനന്റ് ആവില്ല. അവിടെ നമ്മുടെ ബോഡി ഫാറ്റ് സ്റ്റോറേജിനുള്ള ചാൻസസ്, സ്കിപ്പിംഗ് ഓഫ് മീൽസ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഭക്ഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് സ്ട്രക്ചേർഡ് പാറ്റേണിൽ അല്ലാതെ ഇടയ്ക്ക് ഇന്ന് രാവിലെ കഴിക്കാൻ സമയം കിട്ടിയില്ല, ഞാൻ കഴിക്കുന്നില്ല, ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് സ്കിപ്പ് ചെയ്താലോ, ഇങ്ങനെ ഒരു സ്ട്രക്ചേർഡ് അല്ലാത്ത രീതിയിൽ നമ്മൾ കട്ട് ഡൗൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒഴിവാക്കുമ്പോഴോ അത് ശരീരത്തിന് അഡ്വേഴ്സ് എഫക്റ്റ് ആണ് കൂടുതൽ കൊടുക്കുക. സോ എന്തൊക്കെയാണ് നമ്മളിപ്പോ കലോറിയെ പറ്റി നോക്കുമ്പോൾ, ഇനീഷ്യലി എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന 2 പ്ലേറ്റുകൾ ഇവിടെയുണ്ട്. 660 കലോറിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്രോക്സിമേറ്റ്.
അതിൽ ഒരു സ്നിക്കറും ഒരു ഡോണട്ടും മാത്രം വെച്ചിട്ട് നമുക്ക് 660 കലോറി കിട്ടുമെങ്കിൽ അതേ സ്ഥലത്ത് ഒരു പ്ലേറ്റ് ഫുൾ ആയിട്ടുള്ള ഒരുപക്ഷെ ഒരല്പം പനീറും ഒരല്പം വെജിറ്റബിൾസും അതുപോലെ തന്നെ ചിക്കൻ പീസും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പ്ലേറ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ ചോയ്സ് നമുക്ക് ഏതാണ് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് കഴിച്ചു തീർക്കാൻ പറ്റിയ 660 കലോറിയിലെ ലെഫ്റ്റ് സൈഡിലുള്ള പ്ലേറ്റ് ആണ് സ്നിക്കറും അതുപോലെ തന്നെ ഡൗണട്ടും ആണ്. അതേ സമയത്ത് വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോഴേക്കും കൂടുതൽ സമയം വേണം, അവിടെ ഈവൻ മൈൻഡ്ഫുൾനെസ് നമ്മൾ അതവിടെ ശ്രദ്ധിച്ച് കഴിക്കേണ്ട ആവശ്യം കൂടി ഉണ്ടാവും. സോ ഇനീഷ്യലി നമ്മൾ ആ കലോറി മാത്രം നോക്കുന്നതിന് പകരം കഴിക്കുന്നതിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. ഇതാണ് കലോറി ഇന്നിനെ പറ്റി പ്രധാനമായിട്ട് പറയാൻ. അതിൽ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന കാലോറി ഇപ്പൊ സ്നിക്കേഴ്സ് ആണെങ്കിൽ ഡോണട്ട് ആണെങ്കിൽ അതിന്റെ മുകളിലേക്ക് സപ്പോസ് ന്യൂട്രീഷൻ ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാർട്ട് കൂടി കാണാം. ഇത്ര ന്യൂട്രിയൻസ് ഉണ്ട്, ഇത്ര ആഡഡ് ഷുഗർ ഉണ്ട്, ഇത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോട്ടീൻ ഇത്ര ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ന്യൂട്രീഷണൽ ലെവൽ. ബട്ട് അതിൽ കൊടുത്തിരിക്കുന്ന കലോറി 100% ആക്യുറേറ്റ് ആണോ? ചാൻസ് ഇല്ല. ഒരു സ്റ്റഡി നടന്നിട്ടുണ്ട്, അത് ഒബിസിറ്റിയെ കുറിച്ചുള്ള ഒരു ജേർണൽ ആയിരുന്നു. അതിൽ തന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇത്തരം ന്യൂട്രീഷണൽ ഫാക്റ്റിൽ വരുന്ന കലോറി എന്ന് പറയുന്നത് 8% കൂടുതലായിരിക്കും. അതിൽ കൊടുത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കലോറിയാണ് അതിനകത്ത് ആക്ച്വലി അടങ്ങിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. പ്ലസ് അത് പ്രോസസ്ഡ് ആയതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ശരീരം യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കലോറി സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുക്കുകയും ചെയ്യും. അതേ സമയത്ത് നമ്മൾ കുറച്ച് ആൽമണ്ട്സോ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ആൽമണ്ട്സ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആൽമണ്ട്സിനകത്ത് നിന്ന് 160 കലോറി കിട്ടുമ്പോൾ ഓൾമോസ്റ്റ് 130 കലോറി മാത്രമേ ശരീരത്തിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ കലോറി ലേബിൾസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ആക്യുറേറ്റ് അല്ല. ഈവൻ അതിനകത്തു നിന്നുള്ള കലോറി പൂർണ്ണമായിട്ടും ശരീരം ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അബ്സോർബ് ചെയ്യണമെന്നുമില്ല. സോ അതും അവിടെ പാർഷ്യലി കറക്റ്റ് മാത്രമേ ആവുന്നുള്ളൂ. അത് കൂടാതെയാണ് നമ്മുടെ ഗട്ടിന്റെ സ്ഥിതി. ഗട്ട് മൈക്രോബയോം അത് എങ്ങനെ ഇതിനെ അസിമിലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ അബ്സോർബ് ചെയ്യാനും ഡൈജസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നു എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ടാണ് ഈ ന്യൂട്രീഷണൽ ലെവൽ, അതൊരു ഹെൽത്തി ഫുഡിലുള്ള ന്യൂട്രീഷണൽ ലെവൽ പോലും നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ കലോറി നമ്മൾ കഴിക്കുന്നു, കലോറി നമ്മൾ ബേൺ ചെയ്യുന്നു അല്ലെങ്കിൽ കത്തിക്കുന്നു, ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഉപയോഗിക്കുന്ന ഈ ഒരു തിയറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിക്കോ തിയറി എന്ന് പറയും, കലോറി ഇൻ കലോറി ഔട്ട് തിയറി എന്ന് പറയും. ഈ കലോറി ഇൻ കലോറി ഔട്ട് തിയറി പൂർണ്ണമായിട്ടും നമ്മുടെ ഫോക്കസ് കൂടുതൽ കലോറി കത്തിക്കുക എന്നുള്ള രീതിയിലേക്ക് എത്തി. നമ്മൾ എങ്ങനെയാണ് കലോറി കത്തിക്കുക? സാധാരണ ഒരു എഞ്ചിനൊന്നും അല്ലല്ലോ, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ബോഡി അതിനു വേണ്ടിയിട്ട് എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈസ് ദിസ് ദ സൊല്യൂഷൻ? ഇതാണോ ശരിയായ ഒരു രീതി? നമുക്ക് അതിലേക്ക് ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ നമ്മുടെ കലോറി എവിടെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാം. ഒന്ന് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പല രീതിയിൽ അതിന്റെ ഡെയിലി ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ശ്വാസം കഴിക്കുക പോലെയുള്ള അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഏജ്, മസിൽ മാസ്, ജനറ്റിക്സ് ഇത്തരം കാര്യങ്ങളിലാണ്. അതിൽ ഒന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ബേസൽ മെറ്റബോളിക് റേറ്റ് ആണ് നമ്മുടെ ശരീരം റെസ്റ്റിംഗ് ഫേസിൽ പോലും വലുതായിട്ട് പണിയൊന്നും എടുക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിനെ ജീവനോടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും നമ്മുടെ ശ്വാസം കഴിക്കുന്ന പ്രക്രിയ, അതുപോലെ തന്നെ ബ്രെയിൻ ഫംഗ്ഷൻ, ടെമ്പറേച്ചർ റെഗുലേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ വരും. അല്ലെ, ഉറങ്ങിക്കിടക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ 0 ആയി കഴിഞ്ഞാലോ? അങ്ങനെ ഉണ്ടാവുന്നില്ല അല്ലെ. അതുപോലെ തന്നെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പെർട്ടിക്കുലർലി നമ്മുടെ മെയിൽ ആണോ ഫീമെയിൽ ആണോ, അതുപോലെ തന്നെ നമുക്ക് എത്ര പ്രായമായി, നമ്മുടെ ശരീരത്തിൽ എത്ര മസിൽ മാസ് ഉണ്ട്, ഹോർമോൺസ് എങ്ങനെയാണ് ബാലൻസിൽ പോകുന്നത്, അതുപോലെ തന്നെ മറ്റ് ജനറ്റിക്കൽ ഫാക്ടേഴ്സ്, ഇതിലൊക്കെ ഇതിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് മെറ്റബോളിക് റേറ്റിനെ. അതുപോലെ തന്നെ നമ്മളൊരു ദിവസം പൂർണ്ണമായിട്ടും ഉറങ്ങുകയാണ് അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റിലാണ് എന്ന് വിചാരിച്ചിട്ടും നമ്മുടെ BMR നമ്മുടെ കലോറി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇതാണ്
BMR. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം ശരീരത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കലോറി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഭക്ഷണം തന്നെ ദഹിപ്പിക്കാനാണ്, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് കലോറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മാക്രോ ന്യൂട്രിയൻസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത് കലോറി ഉപയോഗിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, പ്രോട്ടീനിന് അപ്രോക്സിമേറ്റ്ലി 20-30% കലോറിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കാർബോഹൈഡ്രേറ്റിന് 5-10%, ഫാറ്റിന് 0-3% കലോറി യൂട്ടിലൈസേഷൻ. ഇത് നമ്മുടെ ബോഡി ഈ ഭക്ഷണം നമ്മൾ കഴിച്ച ഭക്ഷണത്തിനെ ദഹിപ്പിക്കാനും അബ്സോർബ് ചെയ്യാനും അതുപോലെ തന്നെ അത് മെറ്റബോളൈസ് ചെയ്ത് കലോറിയിലേക്കോ അല്ലെങ്കിൽ ATP ഉപയോഗത്തിന്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ATP ഉപയോഗത്തിലേക്ക് വേണ്ടിയിട്ടോ മാറ്റുന്നതിന്, അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു മെറ്റബോളൈസേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ പ്രോട്ടീനും കൂടുതൽ ഫൈബറും നമ്മൾ കഴിക്കുമ്പോൾ കൂടുതൽ കലോറി നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കപ്പെടുന്നു, കിട്ടുന്നു എന്നല്ല, ഉപയോഗിക്കപ്പെടുന്നു. ഇതിന്റെ ഒരു സിമ്പിൾ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർബോഹൈഡ്രേറ്റ് ഒക്കെ നമ്മൾ ഒരു സിംഗിൾ ATP ഉപയോഗിച്ചിട്ടാണ് വരുന്നതെങ്കിൽ പ്രോട്ടീനിനെ ഡൈജസ്റ്റ് ചെയ്യാൻ 2 ATPയുടെ ഉപയോഗം വരുന്നുണ്ട്. ഓക്കെ. മൂന്നാമത്തെ കാര്യം നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനസിസ് അല്ലെങ്കിൽ നീറ്റ് എന്ന് പറയും. ഇതെന്താണ് ശരിക്ക്? നമ്മൾ ചെറിയ ചെറിയ ഒരുപാട് മൂവ്മെന്റ്, ശരീരത്തിന്റെ മൂവ്മെന്റ് ഉണ്ട്, പക്ഷെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എക്സസൈസ് ആക്ടിവിറ്റി അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോകുന്നതോ, അല്ലെങ്കിൽ ഈവൻ ഇപ്പോഴും സംസാരിക്കുമ്പോഴേ എന്റെ കൈ അനങ്ങുന്നതോ, കൈ അനക്കിയിട്ടും എനിക്ക് സംസാരിക്കാം, കൈ അനങ്ങാതെയും സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ എന്റെ വർക്ക് ചെയ്യുമ്പോഴും നിന്നിട്ടാണോ ചെയ്യുന്നത്, ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ നോൺ എക്സസൈസ് ആക്ടിവിറ്റിയിലേക്ക് വരും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളിലും വാരി ചെയ്യും. 200 കലോറി പെർ ഡേ ഉപയോഗിക്കുന്ന ആളുണ്ട്, 2000 കലോറി പെർ ഡേ ഉപയോഗിക്കുന്ന ആളുണ്ട് ഈ ഒരു നീറ്റിന് മാത്രം. കാരണം അയാൾ ആ ദിവസം പൂർണ്ണമായിട്ടും പലതരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ശരീരം കലോറി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. സോ നമുക്ക് ഈ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ബോഡിയിൽ കലോറി കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഒരുപക്ഷെ ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ ബോഡി മൂവ്മെന്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. നാലാമത്തത് എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനസിസ്. എക്സസൈസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇന്റൻഷണൽ എക്സസൈസ് ആണ്. ഒരുപക്ഷെ സ്വിമ്മിങ് അല്ലെങ്കിൽ റണ്ണിങ് അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുക, സ്പോർട്സിൽ വർക്കൗട്ട് ചെയ്യുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ എനർജി യൂട്ടിലൈസേഷൻ ഉണ്ട്. അത് ഓൾമോസ്റ്റ് 5-15% മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന കലോറിയുടെ വെറും 5-15% മാത്രമേ, 5 മുതൽ 15% മാത്രമേ നമ്മുടെ എക്സസൈസിൽ പറ്റുള്ളൂ. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഭക്ഷണം കുറവ് കഴിച്ചിട്ട് ഒരുപാട് എക്സസൈസ് ചെയ്ത് 1 മണിക്കൂർ വളരെ സ്ട്രെനസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കലോറി ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. സോ ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അഡാപ്റ്റേഷൻ ഉണ്ട്. ഇതിന് പറയുന്നത് അഡാപ്റ്റീവ് തെർമോജനസിസ് ആണ്. ഇതെന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം കലോറി ഉപയോഗിക്കുന്നത് നമ്മുടെ എൻവയോൺമെന്റുമായിട്ടുള്ള റെസ്പോൺസ്, അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റുമായിട്ടുള്ള റെസ്പോൺസ്, അതുപോലെ തന്നെ ബോഡി കമ്പോസിഷൻ, ഇത്തരം കാര്യങ്ങളാണ്. കൂടുതൽ മസിലുള്ള ഒരാളില് കൂടുതൽ എനർജി യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഡയറ്റ് ഒരുപക്ഷെ ഈവൻ നമ്മൾ വളരെ തീക്ഷ്ണമായ സ്വഭാവത്തോട് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എരിവുള്ളതോ അല്ലെങ്കിൽ കൂടുതൽ പുളിയുള്ളതോ കൂടുതൽ മസാലകളുള്ളതോ ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപക്ഷെ ചൂട് അനുഭവപ്പെടുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കൂടുതൽ ആ ശരീരത്തിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം കുറച്ച് കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ടാവും. അങ്ങനെ ആവുമ്പോൾ ശരീരം ബേൺ ചെയ്യുന്ന കലോറി നേരത്തെ പറഞ്ഞ 10-20% കൃത്യമായിട്ട് അതേ രീതിയിൽ തന്നെ ആവണമെന്നില്ല. ഓക്കെ. എൻവയോൺമെന്റുമായിട്ട് റെസ്പോൺസ്, നമ്മൾ തണുത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാലോ ചൂടുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാലോ ശരീരത്തിന്
ശരീരത്തിന്റെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈവൻ ശ്വാസം കഴിക്കാൻ വേണ്ടിയിട്ട്, ഈവൻ ശരീരത്തിന്റെ ബ്ലഡ് സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൂടുതൽ എനർജിയുടെ അല്ലെങ്കിൽ കുറവ് എനർജിയുടെ ആവശ്യം ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡാപ്റ്റീവ് തെർമോജെനിസിസ് മുഖേന നമ്മുടെ ശരീരം പല രീതിയിലാണ് വർക്ക് ചെയ്യുക. ഓരോരുത്തർക്കും അത് വ്യത്യസ്തവുമാവാം. പല ഉദാഹരണങ്ങളുണ്ട്. അതില് നമ്മുടെ ബോഡി ഷിവറിങ് ഉണ്ടാവുന്നില്ലേ, വിറക്കുന്നതില്ലേ, തണുപ്പ് വരുന്ന സമയത്ത്. അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഒരു ചൂട് അനുഭവപ്പെടുന്നത്, മെറ്റബോളിസം സ്ലോ ഡൗൺ ആവുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് കലോറി റെസ്ട്രിക്റ്റഡ് ഡയറ്റിൽ പോകുമ്പോൾ മെറ്റബോളിസം ഡൗൺ ആവാം, അല്ലെങ്കിൽ നമുക്കൊരു ഫാറ്റിഗ്നെസ്, ഒരു ക്ഷീണം അനുഭവപ്പെടാം. ഇതൊക്കെ ഈ അഡാപ്റ്റീവ് തെർമോജെനിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സോ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളിലാണ് നമ്മുടെ ശരീരം എനർജി യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഭക്ഷണം കുറച്ച് കഴിച്ചിട്ട് കൂടുതൽ മൂവ്മെന്റ് അല്ലെങ്കിൽ കൂടുതൽ അനങ്ങുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അത് ശരിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇല്ല. എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലി ഒക്കെ നമുക്കത് വളരെ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ പോകെ പോകെ നമ്മുടെ ശരീരത്തിന് ഒരു ടയർഡ്നെസ് തോന്നുമ്പോൾ, പ്രത്യേകിച്ചും ന്യൂട്രിയന്റ് അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി നടക്കുന്ന സമയത്ത്, വൈറ്റമിൻസും മിനറൽസിന്റെയും അഭാവത്തില് ശരീരത്തിന് ക്രേവിങ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാം അത്തരം ഒരു ഡയറ്റ് പാറ്റേൺ. അപ്പോഴെന്ത് സംഭവിക്കും? ഒരുപക്ഷെ ഈവൻ 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്ക് ശേഷം നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. BMR കുറച്ചിട്ട്, മെറ്റബോളിസം കുറച്ചിട്ട് നമ്മുടെ ബോഡി അപ്പോൾ എനർജി സേവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലും കൂടി ആണെങ്കിൽ, അത്തരം ഭക്ഷണ രീതിക്ക് ശേഷം കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി കൂടുതൽ വെയിറ്റ് പിക്കപ്പ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം, നമുക്ക് ഉണ്ടായിരുന്ന ചാലഞ്ച് കൂടുതൽ വേഴ്സ്റ്റ് ആവുക ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം കൂടി, ഫിറ്റ്നസ് ട്രാക്കറിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. ഫിറ്റ്നസ് ട്രാക്കേഴ്സിൽ പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കഴിക്കുന്ന ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള കലോറി കറക്റ്റ് ആവണം എന്നില്ല. അതുപോലെ തന്നെ ഫിറ്റ്നസ് ട്രാക്കേഴ്സും പലപ്പോഴും നമ്മളോട് പറയുന്ന കലോറി ബേൺഡ്, ഇത്ര കലോറി നമ്മൾ കത്തിച്ചു എന്ന് പറയുന്നത് കറക്റ്റ് ആവണം എന്നില്ല. അത് ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കും അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് വ്യത്യാസം ഉണ്ടാവും. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒരു റിതമിലേക്ക് വരും. അത്തരം ഒരു റിതത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ടും അത്രയും കലോറി തന്നെ നമുക്ക് ആവശ്യമില്ല. ഉദാഹരണത്തിന് ഒരു മാരത്തൺ ഓടുന്ന ആളെ പറ്റി ചിന്തിക്കാം. ആദ്യത്തെ ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോഴേക്ക് തന്നെ അയാളുടെ ബോഡി ഒരു റിതമിലെത്തും. അപ്പൊ ആദ്യത്തെ 2 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് അയാൾ എടുത്ത എനർജി അതേ അളവിൽ തന്നെ അടുത്ത 2 കിലോമീറ്ററോ അടുത്ത 20 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുക്കുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെയുണ്ട് ഫിറ്റ്നസ് ട്രാക്കർ ഉപയോഗിച്ചിട്ട് നമ്മൾ കലോറി കൗണ്ട് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ എക്സസൈസ്, ഒരു ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആള് 2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ വളരെ സ്ട്രെയിനസ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആള് അന്നത്തെ ദിവസം പൊതുവെ കൂടുതൽ റെസ്റ്റ് ടൈമിലായിരിക്കും ഉണ്ടാവുക. ഫുൾ ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ ബോഡി മൂവ് ചെയ്യുന്നത് അന്നേരം ഒഴിവാക്കും. അതുകൊണ്ട് തന്നെ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ ഡേ നമ്മുടെ ബോഡി കലോറി കത്തിക്കുന്നത് കുറക്കും. ഓക്കെ, ഇത് ഒരു കോമ്പൻസേഷൻ മെക്കാനിസം ആണ്. ഇത്തരം കോമ്പൻസേഷൻ മെക്കാനിസം പലപ്പോഴും നമ്മുടെ ഫിറ്റ്നസ് ട്രാക്കർ ട്രാക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ കലോറി കത്തിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ 100% ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിച്ചു, ഈ ഭക്ഷണത്തിൽ നിന്ന് കലോറി എങ്ങനെ കിട്ടി, അത് എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലുള്ള പല മിത്തുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കൊണ്ട് എന്താ ഗുണം? നമുക്ക് ഇന്നുള്ള ലൈഫ് സ്റ്റൈൽ ചലഞ്ചസ് അതിനെ ഒരു ശരിയായ രീതിയിൽ, പ്രത്യേകിച്ച് ഡയറ്റ്, നമ്മൾ ഇന്ന് ചെയ്യുന്ന ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു റെജിം ഇല്ലേ, ആരോഗ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന പല സ്റ്റെപ്പുകളും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭക്ഷണമാണ്. അതിൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുക, അതിനുശേഷം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള മൂവ്മെന്റ് പാറ്റേണിലേക്ക് മാറുക ശരീരത്തിന്റെ. അങ്ങനെ പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരു ട്രാൻസ്ഫോർമേഷനുള്ള സാധ്യത പോലും മുന്നോട്ട് കാണുന്നത്. സോ
ഈ ഒരു സെഷന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പല തെറ്റിദ്ധാരണകളും മാറ്റി വെച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഒരു ഡയറ്റ് പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് പാറ്റേൺ നമ്മൾ ഒരു കോച്ചിന്റെ സഹായത്തോട് കൂടിയിട്ടാണെങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ അടുത്ത ഒരു 5 മാസം 6 മാസം ഒക്കെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ there will be drastic change in our personal health. Thank you. Back to first. താങ്ക് യു, സർ. ഊർജ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കലോറി ഇൻ കലോറി ഔട്ട് എന്ന് പറയുന്നതൊക്കെ ശരിയാണെന്ന് വാദിച്ചാലും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുമ്പോൾ അതൊരിക്കലും ശരിയാകത്തില്ല എന്നുള്ളത് തന്നെയാണ് സാറ് പറഞ്ഞത്. കേവലം ഇത് മാത്രമല്ല, ശാരീരിക ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം, അതുപോലെ തന്നെ ശാരീരിക ശാസ്ത്ര തലങ്ങൾ, ജീവിതശൈലി, അഡാപ്റ്റീവ് തെർമിയോണിസിസ് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ചലനങ്ങൾ, ചുറ്റുപാടിൻ്റെ വ്യത്യാസങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ, പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഉറക്കം, ഇതൊക്കെയായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറയും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ നമ്മളിങ്ങനത്തെ ചില സൂത്രവിദ്യകളൊക്കെ ചെയ്യുന്നത്. പക്ഷെ അപ്പോഴൊക്കെ എല്ലാത്തിനും കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് വേണം ചെയ്യാൻ എന്നുള്ളത്, ഒരു അവയർനെസ്സിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ വേണം ഇത് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു സെഷൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. താങ്ക് യു സരൽ സാർ, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. കലോറി ഇന്നും കലോറി ഔട്ടും തമ്മിലുള്ള ആ വ്യത്യാസങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞതിന്. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ആധികാരികമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. സാറിന് എനിക്ക് തോന്നുന്നു സ്വല്പം നേരത്തെ പോകേണ്ടതുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ഡിസ്കഷന് മുമ്പ്. എനി ഡൗട്ട്സ്? നമ്മൾ കഴിക്കുന്ന സാർ പറഞ്ഞു നമ്മൾ ഒരാൾക്ക് ആവശ്യമുള്ള കലോറി എന്ന് പറയുന്നത് നമുക്ക് ഇത്ര കലോറി വേണമെന്ന് പറയുന്നതിൽ ആ യൂട്ടിലൈസ് ചെയ്യുന്ന കലോറിയും കൂടെ ഉൾപ്പെട്ടിട്ടാണോ അതോ അത് കൂടാതെയാണോ? യൂട്ടിലൈസ് ചെയ്യുന്ന കലോറി കൂടി കൂട്ടിയിട്ട് വേണം അത് പറയാൻ. ഇതിനിടയിൽ എനിക്ക് ഒരാള് മെസ്സേജ് അയച്ചു, ഞാൻ ഇന്നിപ്പോ കഴിച്ച ടോട്ടൽ കലോറി ഓൾമോസ്റ്റ് 1400 കലോറി ഉണ്ടാവുന്നു. ഞാൻ അദ്ദേഹത്തിനോട് ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്ലൈ ചെയ്തില്ല. ബട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ശരീരത്തിന്റെ BMR അല്ലെങ്കിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് ഓൾമോസ്റ്റ് 1400 മുതൽ 2000 വരെ ഉണ്ടാവും. വളരെ വളരെ മെറ്റബോളിസം കുറഞ്ഞ ഒരാളിൽ മാത്രമാണ് 1000-നടുത്തേക്ക് എത്തുക. അങ്ങനെയുള്ളവർ മേ ബി തുലം ഒരു 5-6% മാത്രമേ ഉണ്ടാവൂ ലോകത്ത്. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരിലാണ് നമ്മളൊക്കെ പെടുന്നതെങ്കിൽ ഒരു 1400 മുതൽ 2000 കലോറിയാണ്. ഈ കലോറി കൂടുന്തോറും നമ്മുടെ തടി കൂടും അല്ലേ? തടിയും അല്ല കൂടും. നമ്മുടെ മിനിമം റിക്വയർമെന്റാ ഞാൻ പറഞ്ഞ. നമ്മുടെ മിനിമം റിക്വയർമെന്റ് അത്രയായിരിക്കും. അപ്പൊ നമ്മള് കഴിക്കേണ്ട ഭക്ഷണം എങ്ങനെയാണ്? എന്തായാലും അതിൽ നിന്ന് ഒരു 1000 അല്ലെങ്കിൽ 800 കലോറിയെങ്കിലും കൂടുതലാണ് വേണ്ടി വരിക. ഒരു 2200 മുതൽ 2800 കലോറി വരെയൊക്കെ വേണ്ടി വരും. ഇതുകൊണ്ട് നമ്മൾ തടിക്കില്ല. നമ്മളൊരു 3500-4000 കലോറിയിലേക്കൊക്കെ എത്തുമ്പോഴാണ് പൊതുവെ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് തടിക്കുന്നത്. നോർമലി നമ്മൾ 2500 പ്രായമാകും തോറും കലോറി കൂടുതൽ വേണോ കുറവ് വേണോ? പ്രായമാകും തോറും നിങ്ങളുടെ ബോഡിയുടെ വർക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടുണ്ടാവും. ബേസിക്കലി മസിൽസ് കുറയാണ് ചെയ്യുക. മസിൽസ് കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കലോറി കുറവാണ് വേണ്ടി വരിക. അപ്പൊ നിങ്ങൾ മസിൽസ് പ്രിസർവ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യണ്ടേ? സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെ ചെയ്യണം. അതിനനുസരിച്ചുള്ള ആഹാരം കഴിക്കണം. അതെ, പ്രായമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല മസിലൊക്കെ ഉണ്ടാകണം. എക്സസൈസ് ചെയ്യണം. നല്ലതായിരുന്നു മസിൽസ് നടത്തുക. ഒരു ഇൻഫർമേഷൻ കൂടി പറയാം. ഇപ്പോഴും ട്രാൻസ്ഫോർമർ 90യുടെ കഴിഞ്ഞ ദിവസം സാബു സാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ട്രാൻസ്ഫോർമർ 90യുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിവേ ഇപ്പോഴും 8 മണിക്ക് ഒരു സെഷൻ കൂടിയുണ്ട്. ഡോക്ടർ രാജനാണ് എടുക്കുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കയറാം. കൂടുതൽ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതും ഒക്കെ ആ ഒരു സെഷനിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറഞ്ഞെന്ന് മാത്രം. ഇവിടെ തന്നെ 8 മണിക്ക് അല്ല ലിങ്ക് വേണമെങ്കിൽ സാറ് ചാറ്റ് ബോക്സിൽ വന്നിട്ടുള്ളൂ. ഓക്കെ, റോഹിത് സാർ പറഞ്ഞോളൂ.
സാർ അൺമ്യൂട്ട് ചെയ്യും. ഇതൊക്കെ കേട്ടിട്ട് ഇപ്പം നമ്മുടെ സാബു സാർ വലിയ കുട്ടപ്പനായിട്ടൊക്കെ ഇരിക്കുന്നു. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സാർ ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്ന ഇതാണ് കാരണം. ഇത് കാരണമാണ്. അതാണ് നടക്കുന്നത്. അതാ എല്ലാ ദിവസവും വന്ന് ഇതൊക്കെ കേൾക്കണം. ഇത് അവയർനെസ് ആണ്. അപ്പോൾ ഈ ചിലപ്പോ മിനിമം ആവാത്തവര് കലോറി നമുക്ക് ആവശ്യമാണ് എന്ന് സാർ പറഞ്ഞതിന് മനസ്സിലായി. പക്ഷേ നമ്മൾ അധ്വാനിക്കുമ്പോഴും കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോഴും ഒക്കെ കലോറി കൂടുതൽ വേസ്റ്റ് ചെയ്തു പോകുന്നു. വേസ്റ്റ് അല്ല, എടുക്കുന്നുണ്ട്. അപ്പൊ അതിന് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ അതനുസരിച്ച് ഭക്ഷണം കഴിക്കണം എന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഓക്കെ സാർ. അതുപോലെ ഈ ഫിറ്റ്നസ് ട്രാക്കറിന്റെ കാര്യം സാർ പറഞ്ഞപ്പോൾ എനർജി യൂട്ടിലൈസ് ചെയ്യും, ഒത്തിരി യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പൊ അത് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുമ്പോൾ അത് ദോഷം ചെയ്യുന്ന രീതിയിൽ സാർ പറഞ്ഞ പോലെ എനിക്ക് തോന്നി. അതായത് അങ്ങനെയല്ല. നമ്മുടെ നമ്മളിപ്പോ ഒരു ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാള് പൊതുവെ അതിനുശേഷം ഞാൻ ഇന്ന് ഫുൾ എക്സസൈസ് ചെയ്തല്ലോ, ഇന്നത്തേക്ക് ദിവസത്തേക്ക് വേണ്ടതായി എന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അത് തോന്നൽ കൊണ്ടല്ലേ സാറേ? ശരിക്കും വേണ്ടതല്ലോ അത്, തോന്നുന്നല്ലേ പറഞ്ഞേ? അതെ. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഒരു 10 കിലോമീറ്റർ ഓടിയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനടുത്ത ഒരു 2 മണിക്കൂർ തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള ആക്ടിവിറ്റിയും ചെയ്യാൻ സാധ്യതയില്ല. കാരണം ബോഡി ടയർഡ് ആയിരിക്കും ആ സമയത്ത്. ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കണമല്ലോ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കൊരു 5 മിനിറ്റ്സ്. നമ്മളിപ്പം ഒരു പ്രായമായി കഴിയുമ്പോഴും പിന്നെ ചിലപ്പോ പറയും ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് കാര്യങ്ങൾ ചോദിക്കണം എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു നാണക്കേട് പോലെയാണ് ചിലവർക്ക്. അതെന്തിനാ അതിന്റെ ആവശ്യം, നമ്മളിങ്ങനെ കാണേണ്ട ആവശ്യം എന്തിനാന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങള് നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ വേണ്ടി വരുന്നതാണ്. കാരണം പണ്ട് ജീവിച്ച പോലെ ഇപ്പൊ ജീവിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ പണ്ട് ജീവിച്ച പോലെ ആഹാരം കഴിക്കാൻ പറ്റും. പണ്ടത്തെ ആൾക്കാര് ഈ പഴങ്കഞ്ഞി ഇതെല്ലാം കുടിച്ചുകൊണ്ടാണ് ഈ 90 വയസ്സും 100 വയസ്സ് വരെ അല്ല ഇപ്പൊ ജീവിക്കുന്നതും. അവർക്കൊരു ആഹാരക്രമം ഉണ്ടായിരുന്നു. കാരണം കുറച്ച് കാര്യങ്ങള് പച്ചക്കറി ആണെങ്കിലും ഒരു പിടി പയറെല്ലാം കൊണ്ടാ വീട്ടിലേക്ക് വരിക കർഷകനാണ്. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ ആഹാര രീതിയിൽ മാറ്റം വന്നു. സാറ് പറയുന്ന പോലെ കലോറി എന്നുള്ളത് അത് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവര് ജിമ്മിൽ പോവും. അത് കഴിഞ്ഞിട്ട് ഈ കുറെ 5-8 മുട്ടയും അതും ഇതെല്ലാം കഴിച്ചിട്ടാകുമ്പോ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത് ശരിയാണോ സാറേ ഞാൻ പറഞ്ഞത്? ഒരു മിനിറ്റ്, ഓക്കെ, അത് ശരിയാണ്. ഞാനത് ഒരു സ്ലൈഡ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. 1 സെക്കൻഡ്. ഇവിടെ ഇരിക്കുന്നതിൽ ആരെങ്കിലും ഉണ്ടോ മരുന്ന് എടുക്കാത്തത്? ഒറ്റ മിനിറ്റ്. ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, സോറി. ഈ ഒരു ചിത്രം കാണുന്നുണ്ടോ? ഓക്കെ. ഈ ഒരു ചിത്രത്തില് കാണിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഓടിച്ചുകൊണ്ടിരുന്ന കാറ് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ആയപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ഇതിനെ തള്ളുകയാണ്. സപ്പോസ് ഇദ്ദേഹം പുറത്തിറങ്ങിയിട്ട് തള്ളുകയാണെന്ന് വിചാരിക്കണമെന്നൊന്നുമില്ല. ഈ കാറിലെ ഡ്രൈവർ ഉണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും പുറത്തു നിന്നുള്ള ഒരാളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് മാത്രമേ ആ കാറ് പിന്നീട് അദ്ദേഹത്തിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മളൊരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലാണെങ്കിൽ അതിപ്പോ ഒരു ഡയറ്റിന് വേണ്ടിയിട്ട് ഒരു ഡയറ്റീഷ്യനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണുക എന്നുള്ളതല്ല. നമ്മൾ ഒരു എക്സ്ട്രാ സപ്പോർട്ട്, അറിവുള്ള ഒരാളുടെ സപ്പോർട്ട് എടുത്തിട്ട് ആ ഒരു ചലഞ്ചിൽ നിന്ന് മുന്നോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ആ ഒരു സിറ്റുവേഷൻ വരുന്നത് എന്തുകൊണ്ടാണെന്നും അതിൽ നിന്ന് നമുക്ക് സ്വന്തമായിട്ട് ഓവർകം ചെയ്യാനും കഴിവുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ വരില്ലായിരുന്നല്ലോ. ഹെൽത്ത് സിറ്റുവേഷൻ, ഹെൽത്ത് ചലഞ്ച്. അപ്പൊ ആ ഒരു ഹെൽത്ത് ചലഞ്ചില് അതിപ്പോ പ്രായം കൂടിയ ആളായിക്കോട്ടെ പ്രായം കുറഞ്ഞ ആളായിക്കോട്ടെ, ആ ഒരു ഹെൽത്ത് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ മറ്റൊരാളുടെ സഹായം തേടുന്നതാണ് എപ്പോഴും അഭികാമ്യം. എന്ന് വെച്ചിട്ട് ജീവിതകാലം മുഴുവനും ചെയ്യണം എന്നല്ല. മേ ബി ഒരു 3 to 6 months നിങ്ങൾ ഒരാളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ആ സപ്പോർട്ടോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ എപ്പോഴും നമുക്ക് എളുപ്പമായിരിക്കും, ചെയ്യുന്ന ആൾക്ക്.
ഓക്കെ. അതേ സമയത്ത് ഇത് കോച്ചിങ് തരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്ക് എപ്പോഴും അത് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇറ്റ് ടേക്സ് എഫേർട്സ്. രണ്ട് സൈഡിൽ നിന്നുള്ള എഫേർട്ട് വേണം. പക്ഷെ അതിൽ കൂടുതൽ എഫേർട്ട് വേണ്ടി വരുന്നത് കോച്ചിന്റെ ഭാഗത്തു നിന്നായതുകൊണ്ട് കോച്ച് എന്തൊക്കെ പറയുന്നുണ്ടോ അതിനെ 100% സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ സ്ലോലി മുന്നോട്ട് പോവുക. മേ ബി ഒരു 3 months കഴിയുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓക്കെ ഇന്നതാണ് ഇനി എൻ്റെ നെക്സ്റ്റ് ഡയറ്റ് വേണ്ടത്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഞാൻ അടുത്ത ദിവസം ഇങ്ങനെ ഒരു വർക്കൗട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത 2 ദിവസം ഒരുപക്ഷെ ഉറക്കം ശരിയാക്കണം. ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. താങ്ക് യു സർ. റോയ് സർ പറഞ്ഞോളൂ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയൂ, ഇല്ലെങ്കിൽ നമുക്ക് ഫിനിഷ് ചെയ്യണം. സാറിന് പോകാൻ സമയമായിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എനി ഡൗട്ട്സ്? എല്ലാവരും കേൾക്കുന്നുള്ളോ? എല്ലാരും കേട്ടു, സാറ് പറഞ്ഞത് എല്ലാരും കേട്ടു. അപ്പോൾ എല്ലാവരും 2500-3000 കലോറി വരെയൊക്കെ എനർജി സ്വീകരിക്കണം. പുറത്തേക്ക് കളയാൻ ഒത്തിരി സൂത്രവിദ്യകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന കലോറി ഇൻടേക്കും കലോറി ഔട്ടേക്കും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ഇഷ്ടംപോലെ ഭക്ഷണം മേശപ്പുറത്തുണ്ടെന്ന് വിചാരിച്ച് ചുമ്മാ വലിച്ചു വാരി കഴിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മടിയൻ കസേര ഒഴിവാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക, നല്ല നാച്ചുറൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക, നല്ല ഫൈബറുള്ള ഫുഡുകൾ കഴിക്കുക, അതെ 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 നല്ലോണം ഉറങ്ങുക. ഇതൊക്കെ പറയാൻ എളുപ്പമാ. ഇത് അവരവർക്ക് വേണ്ടിയാ. അത് തന്നെ അവരവർക്ക് വേണ്ടി തന്നെ. ഈ ഓരോരുത്തൻ ലഡുവും അലുവായും ജിലേബിയും ഒക്കെ കഴിക്കുമ്പം പായസവും ഒക്കെ കുടിക്കുമ്പോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം സാറേ. അതൊക്കെ കടുപ്പമുള്ള കാര്യം. അതില് ഞാൻ അൻസാരി സാറിനോട് പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാവിനൊരു ടേസ്റ്റ് ഉണ്ട്, നമ്മുടെ വയറിനൊരു ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഈ അസ്പർടൈം എന്ന് പറയുന്ന, ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. അസ്പർടൈം അല്ലെങ്കിൽ സ്വീറ്റ്നസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്, 0 കലോറി, അതിന് കലോറി ഇല്ല. അങ്ങനെയുള്ള ആളുകൾ പോലും നാവിൽ ആസ്പർടൈം എടുത്തു വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു മധുരത്തിന്റെ ടേസ്റ്റ് നാവിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിൽ ഇൻസുലിൻ സെക്രീഷൻ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ടേസ്റ്റ് കൊണ്ടാണ് മൊത്തത്തിൽ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളെ ടേസ്റ്റി ആക്കാൻ ശ്രദ്ധിക്കണം. മൈൻഡ്ഫുള്ളായി കഴിക്കുക. ഒരു സെഷൻ എടുക്കുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും ചെറിയ കഴിക്കുക സാറേ. അതാണ് ഇപ്പൊ ഉള്ള പണി. അല്ലാതെ ഇഷ്ടമുള്ളതാന്ന് പറഞ്ഞ് കൂടുതൽ കഴിക്കാതിരിക്കുക. അല്ല, അതൊരു പോളിസിയാണ് സാർ, അതൊരു പോളിസിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിങ്ങനെ പബ്ലിക്കായിട്ട് പറയരുത്, പബ്ലിക്കായിട്ട് കഴിക്കുകയും ചെയ്യരുത്. അതുപോലെ കുട്ടികൾക്ക് ഉപ്പ് പഞ്ചസാര എല്ലാം ആദ്യം ഇട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് അറിയില്ല, അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, പിന്നീടാണല്ലോ രുചി അറിഞ്ഞിട്ടാണല്ലേ ഇത് ഉപ്പ്. അവർക്ക് വേണ്ടിയതല്ലേ, അവർക്ക് കഴിപ്പിക്കാതിരിക്കുന്നവരോട് ഇല്ലേ. ഇപ്പൊ ഞാനിപ്പോ അവിടെ പോയപ്പോഴത്തേക്ക് 40-42 വർഷം കൊണ്ട് ഷുഗറും ഇതുമൊക്കെ ആയിട്ട് പിന്നെ ഉള്ള ആളുകളുണ്ട്. അത് കൃത്യമായിട്ട് മരുന്ന് കഴിക്കും, ഇഷ്ടം പോലെ എല്ലാത്തിന്റെയും ചെയ്യും. മരുന്നും കഴിക്കും, ഭക്ഷണം കഴിക്കും. അപ്പൊ അവരും പറഞ്ഞു ഇനിയിപ്പൊ കുറച്ചു കാലം കൂടെ ഒക്കെ ഉണ്ട്, ചുമ്മാ അത് തിന്നാതെ പട്ടിണി കിടന്ന് ചാവുന്ന എന്തിനാ. അതുകൊണ്ട് ഞാൻ എല്ലാം കഴിക്കുമെന്ന് ഞാൻ ചോദിച്ചു. ഗുളിക ഇവിടെ വന്നിട്ട് റൂമിൽ വന്നിട്ട് ഗുളികയും കഴിക്കുന്നതാണ്. അപ്പൊ പറഞ്ഞു എനിക്ക് 42 വർഷമായി. ഒരാൾ പറഞ്ഞു എനിക്ക് 42 വർഷമായി. പിന്നെ ആരോഗ്യമുള്ളവന് പോലും അവിടെ കുറെ റിച്വൽസ് ഉണ്ട്. അതിന് ഭയങ്കര ബുദ്ധിമുട്ടായി. ചൂടും ഒക്കെ ആയിട്ട് ഒരു 3 കിലോമീറ്ററോളം അതിൻ്റെ അകത്ത് നടക്കുകയൊക്കെ വേണം. അപ്പൊ അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ അവര് അതൊന്നും മൈൻഡ് ചെയ്യാതെ നടക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പോലെ ഓരോരുത്തരുടെ ബോഡി മേക്കപ്പ് വ്യത്യാസമുണ്ട്. അതിനനുസരിച്ചുള്ള ഡിഫറൻസ് കാണും. പാരമ്പര്യം. അതെ, ഇടയ്ക്കിടയ്ക്ക് അവരവരുടെ ശരീരത്തിലേക്ക് നോക്കി മസിലുണ്ടോ എന്നൊക്കെ നോക്കി എല്ലാം വേണം ഭക്ഷണം കഴിക്കാൻ. സാറേ മസിൽ എല്ലാവരുടെയും കുറയുന്നുണ്ട് സാറേ. എല്ലാവരും എത്ര എക്സർസൈസ് ചെയ്താലും മസിൽ പ്രായമാകും തോറും കുറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ പ്രോട്ടീൻ ഫുഡ് കഴിച്ചാലും
കാരണം ഞാൻ ഇതിന്റെ സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് പണ്ടത്തെ കൂടെ അത്രയും ബക്കറ്റിൽ പൊക്കാനോ ഇതിനൊന്നും പറ്റുന്നില്ല. 10-75 വയസ്സായി അതല്ലേ പറയുന്നത്. കൂടുതൽ മാക്സിമം നടക്കുക. അപ്പൊ കാപ്പ് മസിലിനൊക്കെ ഇത് സ്ട്രെങ്ത് കിട്ടും. മസിലിനൊക്കെ കൂടുതൽ സ്ട്രെങ്ത് കിട്ടും ഓക്കെ, നടന്നു. ഇനി ഇഷ്ടംപോലെ സമയമുണ്ട് സാറ് നമുക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ. ഓക്കെ സനൽ സാർ, താങ്ക് യു വെരി മച്ച്. സാറിൻ്റെ സമയം നമ്മൾ എടുക്കുന്നില്ല. എല്ലാവരും ഒന്ന് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് സംശയങ്ങളൊക്കെ തീർക്കാം. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു ബൈ. ഓക്കെ. Okay.